കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സമര ചരിത്ര പരമ്പരയിലെ ഇടിമുഴക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്നിട്ട് 2025 ഫെബ്രുവരിയിൽ 75 വർഷം പൂർത്തിയാവുകയാണ്. ആ സംഭവം 231 പേജുകളിലായി സവിസ്തരം വിവരിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന പുസ്തകമാണ് ശ്രീ NM പിയേഴ്സൺ എഴുതിയ ഇടപ്പള്ളി എന്ന ഗ്രന്ഥം. ചരിത്രബോധത്തിൻ്റെ തീഷ്ണതയോടെ വായിക്കേണ്ട ആ പുസ്തകവും അതിൻ്റെ രചയിതാവുമാണ് ഇന്ന് നമ്മോടൊപ്പം തത്സമയം ഉള്ളത്. ശ്രീ NM പിയേഴ്സൺ, ഈ ഒരു പുസ്തകം ഇപ്പോൾ അതിൻ്റെ ചരിത്രപരമായ ഒരു കാലഗണനയുടെ പരിധിയിലേക്ക് കൂടി വരികയാണ്. ആ ചരിത്രപരമായ കാലഗണനയുടെ പരിധി എന്ന് പറയുന്നത് 2025 ഫെബ്രുവരി എന്ന മാസമാണ്. ആ ഫെബ്രുവരി മാസം ഈ പുസ്തകം വീണ്ടും കയ്യിലെടുക്കുമ്പോൾ നാം ഏത് രീതിയിലാണ് ചരിത്രത്തെയും നമ്മുടെ സമകാലിക യാഥാർത്ഥ്യത്തെയും ചരിത്രത്തിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടത് എന്നും പാഠങ്ങൾ പഠിക്കേണ്ടത് എന്നുമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരു പുസ്തകം കയ്യിലെടുക്കേണ്ടി വരുന്നു ഒരു ചരിത്രത്തെ ഓർമ്മിക്കാൻ എന്ന് പറയുന്നത് ഒരേ സമയം നല്ലതുമാണ്, അതേസമയം നമ്മളുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു നിശിതമായ കണിശതയോടുള്ള അത് നഷ്ടപ്പെട്ടു പോയതിലുള്ള ഒരു നിരാശയും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. 1939 ഡിസംബർ 31 രൂപീകരിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്തിട്ട് ഒരു വർഷത്തിനുള്ളിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ചരിത്ര പാഠങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് മൊറാഴയായിട്ടും കയ്യൂരായിട്ടും പുന്നപ്ര വയലാറായിട്ടും കരിവെള്ളൂരായിട്ടും കാവുമ്പായി ആയിട്ടും ഒക്കെ, ഒഞ്ചിയം, മുനയൻകുന്ന്, ശൂരനാട്, ഒടുവിൽ 50 ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം പാടിക്കുന്നും. അപ്പോൾ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൻ്റെ ഈ 75 വർഷങ്ങളുടെ നിമിഷത്തിൽ ഈ ഒരു പുസ്തകം വീണ്ടും എടുക്കുക, ഈ പുസ്തകം ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട്, പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ഏത് രീതിയിലാണ് എന്നാണ് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ പിയേഴ്സൺ കാണുന്നത്? അല്ല, ചരിത്രം മനുഷ്യരെ പുനർനിർമ്മിക്കുന്ന പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. നമ്മൾ ചരിത്രം പഠിക്കേണ്ടത് നമ്മളെ തന്നെ പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പല ഘട്ടങ്ങളിലും എനിക്ക് തോന്നി. ഈ പുസ്തകം എഴുതുന്നത് യഥാർത്ഥത്തിൽ ഇൻസൈറ്റ് പബ്ലിക്കയുടെ സുമേഷിന്റെ സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ്. അദ്ദേഹമാണ് ഈ പുസ്തകം ഇത്തരത്തിൽ കേരളം രൂപീകരിക്കപ്പെട്ട നിരവധി വിപ്ലവങ്ങളുടെ ചരിത്രം എഴുതണം എന്ന് വാശി പിടിക്കുകയും അതിനെ VS അനിൽകുമാർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള അധ്യാപകൻ, എഴുത്തുകാരൻ, സർവോപരി പ്രൊഫസർ MN വിജയന്റെ മകൻ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയും അദ്ദേഹമാണ് എന്നോട് സംസാരിക്കുന്നത്. പക്ഷെ സംസാരിച്ചതിന് ശേഷം 2 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ പുസ്തകം അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞത്. കാരണം ഞാൻ ഈ സംഭവങ്ങളുടെ ഇതിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ ആയിട്ട് അതിൻ്റെ പരിപാടികളിലൊക്കെ അന്ന് പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ അന്നത്തെ ഒരു സമീപനം എന്ന് പറയുന്നത് വൈകാരികമായിട്ട് അതിൽ ഒത്തുകൂടിയ സഹാക്കളുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ പങ്കാളിയാവുക എന്നുള്ളത് മാത്രമായി. അപ്പൊ അന്നൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം എഴുതുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നേ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു നിർദ്ദേശം വരികയും അത് അനിൽകുമാറിനെ പോലെയുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു എഴുത്തുകാരനിൽ നിന്നാകുമ്പോൾ അദ്ദേഹത്തിന്റെ വളരെ സ്നേഹോദ്ദേശത്തോടു കൂടിയ ഒരു നിർബന്ധം അതിനെ തള്ളിക്കളയാൻ പറ്റാതിരിക്കുകയും അങ്ങനെ ഞാൻ ഇത് എഴുതാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. ഇപ്പൊ എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സഹാക്കളായിട്ട് കണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ഒക്കെ തപ്പിയെടുത്ത് അതിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കിയ സമയത്താണ് നമ്മളെ തീപിടിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ചരിത്രമാണ് ഇടപ്പള്ളിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതങ്ങനെ മനസ്സിലാക്കപ്പെടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നതിന്റെ ഫലമായിട്ടാണ്. ഇപ്പൊ എടപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ആക്രമണം എന്ന് പറയുന്നത് ഒരു ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നില്ല. പാർട്ടി തീരുമാനമെടുത്ത് അതിനാവശ്യമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള സംവിധാനം ഒരുക്കി നടത്തിയ ഒരു ആക്രമണമല്ല. അത് അന്നത്തെ റെയിൽവേ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പോരാട്ടങ്ങളുടെ ഒരു ഭാഗം. അത് മാത്രമേ ഇതിനുള്ളൂ. അങ്ങനത്തെ ഒരു പ്രസക്തി ആ സംഭവത്തിനുള്ളൂ. ഈ അഖിലേന്ത്യാ റെയിൽ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിലെ സഹാക്കൾ തീരുമാനിക്കുകയാണ് ചെയ്തത്. അന്ന് കൽക്കട്ട തിസിസ് എന്ന രണധീര തിസിസ്, അതാണ് പാർട്ടി. ഇപ്പൊ രണധീര തിസിസിന്റെ കാഴ്ചപ്പാടിൽ സായുധ കലാപം നടത്തി അധികാരം പിടിച്ചെടുക്കുകയും
കഷ്ടപ്പെടുന്നവരും ദുരിതമനുഭവിക്കുന്നവരായിട്ടുള്ള മനുഷ്യർക്ക് ഭൂമി വിതരണം ചെയ്യുക, സ്വത്ത് വിതരണം ചെയ്യുക, സമത്വത്തിന്റെ ഒരു ലോകം നിർമ്മിക്കുക, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ഉണ്ടാക്കുക, അത് കഴിഞ്ഞു പോയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ലോകത്തെ ഒരു സ്വപ്നം കാണുക, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക പശ്ചാത്തലത്തിന്റെ കാലമാണ്. അപ്പോൾ 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായതിനു ശേഷം 10 വർഷക്കാലം, എനിക്ക് തോന്നുന്നു ഈ 39 മുതൽ 50 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന നിരവധി വിപ്ലവങ്ങളാണ് കേരളത്തെ മാറ്റിമറിച്ചത്. കേരളത്തിന്റെ സാംസ്കാരിക മുഖത്തെ അത് മാറ്റി, കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മാറ്റി, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റി. അങ്ങനെയാണ് 1957 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന നിലയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിലെ അധികാരത്തിൽ വരുന്നത്. എന്നുവെച്ചാൽ ഇടതുപക്ഷ കൺസെപ്റ്റുകളെ വികസിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അതൊന്ന് വളർന്നു വരികയും അധികാരത്തിലെത്തുകയും ചെയ്യും. അപ്പൊ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഉള്ള പാർട്ടിയുടെ ഒരു ചരിത്രം, ജനങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് പോരാട്ടത്തിന്റെ ചരിത്രമാണ്, അഗ്നിയുടെ ചരിത്രമാണ്. ആ അഗ്നിയാണ് അക്കാലത്തെ സമ്പൂർണ്ണമായിട്ട് മാറ്റിയത്. അതുവരെ അടിമത്തം, കീഴാളത്വം, ജീവിക്കാനായിട്ടുള്ള യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, അവരുടെയൊക്കെ മാനം അവർക്ക് അവരുടെ പുരയിടത്തിൽ പോലും സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. മാടമ്പികൾ, ഫ്യൂഡൽ, ജന്മികൾ, അവരൊക്കെ അത് മാന്തിപ്പൊളിച്ചിരുന്ന കാലം. അതിനെതിരെയാണ് യഥാർത്ഥത്തിൽ വയലാർ ഉണ്ടാകുന്നത്. അപ്പോൾ വയലാർ മാത്രമല്ല, എല്ലാ വിപ്ലവങ്ങളും ഈ പുസ്തകത്തിന് ചരിത്ര പരമ്പരയിൽ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ സംഭവവികാസങ്ങളും അങ്ങനെ രൂപപ്പെടുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാലഘട്ടത്തിന്റെ ഒരു ചരിത്രത്തെ നമ്മൾ ഓർത്തെടുക്കുന്നത് നമ്മുടെ ഒരു കാലത്തെ പുതിയ രീതിയിൽ പുനർനിർമ്മിക്കുന്നതിന് വളരെ സഹായകരമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2025 ഫെബ്രുവരിയിൽ കയ്യിലെടുക്കേണ്ട പുസ്തകം ഏത് എന്ന് നമ്മുടെ മനസാക്ഷി ചോദിക്കുമ്പോൾ എടുക്കേണ്ട പുസ്തകം ആയിട്ട് പല പുസ്തകങ്ങളിൽ ഒന്ന് എന്നുള്ള നിലയ്ക്ക് ഇടപ്പള്ളി വരുന്നു. വാസ്തവത്തിൽ ഈ 75 വർഷങ്ങൾ, ആ 75 വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ പുസ്തകം കയ്യിലെടുത്ത് വായിക്കുമ്പോൾ, ആദ്യത്തെ താളുകൾ മറിക്കുമ്പോൾ തന്നെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ചിത്രീകരണം അതിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. നിണമൊഴുകിയ രാത്രി, അർദ്ധരാത്രി കഴിഞ്ഞു, നേരിയ ചാറ്റൽ മഴ, രാത്രിയുടെ നനുത്ത തണുപ്പിനെ കീറി മുറിച്ചുകൊണ്ട് ഗർജനം, അറ്റാക്ക്, പോലീസ് സ്റ്റേഷന്റെ ചുവരുകൾ പോലും നടുങ്ങി, ഇരുട്ടിൽ നിന്ന് ഒരു സംഘം ഇരച്ചു കയറുകയാണ്. പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ മാത്യു തോക്ക് ചൂണ്ടി മുന്നിലേക്ക് കുതിച്ചു. നിറയൊഴിക്കാൻ കഴിഞ്ഞില്ല. മുൻനിര വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. വെടിവെക്കാൻ പറ്റാത്തത്ര അടുത്ത്. മാത്യു പതറിയില്ല. ശത്രുവിനെ ബയണറ്റിന് ആക്രമിക്കാൻ ശ്രമിച്ചു. മുന്നിൽ വന്ന ആക്രമണകാരിയുടെ നെഞ്ചിലേക്ക് ബയണറ്റ് ആഞ്ഞ് കുത്തി. പക്ഷേ നെഞ്ച് പിളർക്കും മുമ്പ് ബയണറ്റിൽ കരുത്തുറ്റ 2 കൈകൾ വീണു. മൂർച്ചയേറിയ ബയണറ്റിൽ പിടിമുറുക്കിയ ആ കൈകളിൽ നിന്ന് രക്തം വാർന്നു തുടങ്ങി. എന്നിട്ടും പിടിയായിഞ്ഞില്ല. പിന്നിൽ നിന്ന് സഖാക്കൾ എത്തും വരെ പിടിച്ചു നിന്നു. നെഞ്ച് പിളരുമെന്ന് കരുതിയ നേതാവിന് ഗുരുതരമല്ലാത്ത പരിക്ക് മാത്രം. നിമിഷങ്ങൾ. കോൺസ്റ്റബിൾ മാത്യുവിൻ്റെ പുറത്ത് വടികൾ ആഞ്ഞു പതിച്ചു. പിന്നിര സഹായത്തിനെത്തിക്കഴിഞ്ഞു. ഏറെ നേരം പിടിച്ചു നിന്നില്ല. മാത്യു പിടഞ്ഞു വീണു. 1950 ഫെബ്രുവരി 28 നടന്ന ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ച് ഒരു സിനിമ കാണുന്നത് പോലെ എഴുതപ്പെട്ടിരിക്കുന്ന വരികളാണ്. അത് ഈ പുസ്തകത്തിൽ കൂടി ഉൾപ്പെടുന്നുണ്ട്. ഈ പുസ്തകം ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ അതിഗഹനതയോടുകൂടിയും അതിൻ്റെ അതിഗൗരവത്തോടും കൂടി മാത്രം വായിക്കാവുന്ന ഒന്നുള്ള നിലയ്ക്കാണോ താങ്കൾ അതിൻ്റെ രചനാ പ്രക്രിയയിൽ ഏതുതരം വായനക്കാർ ഇതിലേക്ക് വരണമെന്ന് വിചാരിച്ചിട്ടാണ് ശ്രീ NM പിയേഴ്സൺ ഇടപ്പള്ളി എന്ന ഈ പുസ്തകം എഴുതിയത്? എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ എന്ന സംഭവത്തെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആത്യന്തികമായിട്ട് ഉദ്ദേശം. എന്നുവെച്ചാൽ ചരിത്രത്തിൽ അതെങ്ങനെ സംഭവിച്ചു, എന്താണ് അതിൻ്റെ പിന്നിലെ സംഭവ വികാസങ്ങൾ, അതിനുശേഷം ആ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് ശേഷം അത് കേരളത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അതിനുശേഷമാണ് അത് വലിയൊരു ജനസമൂഹത്തിന്റെ ആകമാനമുള്ള ജീവിതത്തെ മാറ്റിമറിച്ച ഒന്നായി മാറിയത്. കാരണം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് 2 പോലീസുകാർ മരിച്ചു. ജയിലിൽ കിടന്ന 2 സഹാക്കളെ, സഹാവ് NK മാധവനെയും അർദൂട്ടിയെയും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാവേർ ആക്രമണം അവിടെ നടക്കുന്നത്. പക്ഷെ അവരെ മോചിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. മരിച്ച 2 പോലീസുകാരാണ്. മാത്രമല്ല, അന്ന് ഒത്തുതീർപ്പ് സമരങ്ങൾ എന്ന് പറയുന്നതില്ല. സമരങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് നിർവഹിക്കപ്പെടുന്നത്, അതിനുവേണ്ടി നിർവഹിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്ന, ഒരു പ്രക്രിയയായിരുന്നു.
പോലീസും അതുപോലെ തന്നെയാണ് പെരുമാറിയത്. പോലീസിനെ അടിച്ചാൽ പോലീസ് തിരിച്ചടിക്കും, പോലീസിനെ കൊന്നാൽ പോലീസ് തിരിച്ചു കൊല്ലും. അങ്ങനെ ഇതിൽ പങ്കെടുത്ത രണ്ടുപേരെ പോലീസ് തല്ലിക്കുന്നു. ഒന്ന് കെ യു ദാസ്, മറ്റൊന്ന് ജോസഫ്. അതിനുശേഷം പോലീസിന്റെ ബൂട്ട് എറണാകുളം ജില്ലയിലെ ഏതാണ്ട് എല്ലാ വീടുകളിലും കടന്നു കയറി അതിക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് ചെയ്തത്. കണ്ടവരെയൊക്കെ പോലീസ് തല്ലി. കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമല്ല പോലീസ് തല്ലിയത്, കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടവരെ പോലും പോലീസ് തല്ലി. അങ്ങനെ യഥാർത്ഥത്തിൽ പോലീസ് തല്ലിച്ചതച്ച് സൃഷ്ടിച്ച ഒന്നാണ് എറണാകുളം ജില്ല. ആ എറണാകുളം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങനെ നിർമ്മിച്ചെടുത്താണ് പോലീസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ആക്രമണം കഴിഞ്ഞതിന് ശേഷമാണ് അത് വിപ്ലവകാരികൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും വലിയ ആർജവും അതുപോലെ ഊർജവുമായി മാറിയത് എന്നുള്ളതാണ്. അന്നത്തെ ആ പീഡനം അതിഭീകരമായിരുന്നു. കാരണം പോലീസുകാർ എല്ലാ ദിവസവും രാവിലെ ഈ പിടികിട്ടിയ പ്രതികളെന്ന് പോലീസ് നിശ്ചയിച്ചായിട്ടുള്ള ആളുകളെ ഇടിക്കുമായിരുന്നു. ഏതാണ്ട് ആദ്യം അതിൽ കിടന്നിരുന്ന രണ്ടുപേരെയും 86 ദിവസവും എല്ലാ ദിവസവും പോലീസ് ഇടിച്ചിടിച്ചിടിച്ച് അവരിട്ടിരുന്നായിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ തൊലിയോട് ഒട്ടിച്ചേർന്ന് തൊലിയും വസ്ത്രവും വേർതിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു. കുളിപ്പിക്കാതെയിട്ടുള്ള ഇടിയായി. അപ്പൊ അത്ര ഭീകരമായിട്ടുള്ള രീതിയിൽ ഇടിച്ചിട്ടും അവർ മരിച്ചില്ല എന്നുള്ളത് അവരുടെ ആയുസിന്റെ ബലം മാത്രമാണ് എന്നാണ് നമ്മൾ ഈ ചരിത്രത്തിലൂടെ കടന്നുപോയ സമയത്ത് മനസ്സിലാക്കിയത്. മാത്രമല്ല എത്രയോ മനുഷ്യർക്കാണ് എത്രയോ ഭീകരമായിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ആ മർദ്ദനമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുണ്ട്. അതിലൊരാളാണ് അതിന്റെ ആ ചാവേർ ആക്രമണത്തിന്റെ പടത്തലവനായിട്ടുള്ള കെ സി മാത്യു. അദ്ദേഹം CPIയുടെ ദേശീയ നേതാവായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ലോക തൊഴിലാളി കൗൺസിലിന്റെ അംഗമായിട്ട് അതിന്റെ നേതൃനിരയിൽ ചെയ്ത വ്യക്തിയാണ്. രണ്ടാമത്തെ വളരെ സുപരിചിത, ഇന്നാള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വിട്ടുകളഞ്ഞ MM ലോറൻസ്. മൂന്നാമത് കേരളത്തിലെ ധനമന്ത്രിയായിരുന്ന V വിശ്വനാഥൻ. അതോടൊപ്പം തന്നെ CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന E ബാലാനന്ദൻ. കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ 2 വട്ടോ 3 വട്ടോ MLA ആയിരുന്ന TK അബ്ദു. ഇവരൊക്കെ ഈ എടപ്പള്ളി പോലീസ് സ്റ്റേഷന് അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് മർദ്ദനത്തിന്റെ ഭീകര നിരകളിലേക്ക് വലിച്ചെറിയപ്പെട്ട നേതാക്കളെ, ഇത്രയും നേതാക്കളെ സംഭാവന ചെയ്ത ഈ ഒരു സംഭവത്തെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറന്നുകളയാണ്. അതിന് കാരണം ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൽക്കത്ത തീസിസ് ഉപേക്ഷിച്ചു, രണവീര തീസിസ് എന്ന് പറയുന്നത് തള്ളി. അതോടുകൂടി അതിന്റെ ഉപോത്ബലകമായി മാറിയിരുന്ന വിപ്ലവങ്ങളിൽ പലതിനെയും അവർ ഉപേക്ഷിച്ചു. പക്ഷെ പുന്നപ്രവേല ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നു. കയ്യൂരും കരുവല്ലൂരും കാവുമ്പായും ഒക്കെ ആഘോഷിക്കപ്പെടുന്നു. പാടിക്കുന്നായി കഴിഞ്ഞാലും മുനയൻകുന്നായി കഴിഞ്ഞാലും ആഘോഷിക്കപ്പെടുന്നു. പക്ഷെ എടപ്പള്ളി എന്തുകൊണ്ടോ അങ്ങനെ ആഘോഷിക്കപ്പെടാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു എന്നത് ചരിത്രത്തിലെ ഒരു എന്താണ് നമുക്ക് പറയാവുന്ന, അതൊരു ചരിത്രത്തിൽ തന്നെ ഒരു നോക്കുകുത്തിയായ സംഭവമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. വിരോധാഭാസം എന്നൊക്കെ പറഞ്ഞ് സാധാരണ വെക്കാറുണ്ട്. പക്ഷെ എന്തായാലും അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ചരിത്രം. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും അതിൽ പങ്കാളികളായവരെക്കുറിച്ചും പോലീസിന്റെ വിവിധ തരത്തിലുള്ള മർദ്ദനങ്ങൾക്ക് ഇരയായവരെക്കുറിച്ചും സൂചിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ അങ്ങയുടെ പിതാവും പ്രമുഖ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുമായ NK മാധവനെക്കുറിച്ച് താങ്കൾ പരോക്ഷമായി ഒന്ന് പറഞ്ഞു പോവുകയേ ഉണ്ടായിട്ടുള്ളൂ. പിതാവിൽ നിന്ന് ഉള്ള കേട്ടറിവുകൾ, ഒപ്പം അക്കാലത്തെ മറ്റ് സഖാക്കളിൽ നിന്നുള്ള കേട്ടറിവുകൾ, അവരുടെ വാക്കുകളൊക്കെ ഈ പുസ്തകത്തിൽ വരുന്നുണ്ടോ? വളരെ ചെറിയ തോതിൽ മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശേഖരിക്കാൻ നമുക്ക് കഴിഞ്ഞുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ സംസാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ നിന്ന് നമുക്ക് അതിനകത്ത് കുറിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. ML ലോറൻസ് മാത്രമാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്നതിൽ ജീവിച്ചിരുന്ന ഏക വ്യക്തി എന്നുള്ളത്. മറ്റൊരാളുമായിട്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം പുസ്തകം എഴുതാൻ അങ്ങനെ ഉദ്ദേശിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സഹാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ് അതിന്റെ 50-ാം വാർഷികം നടക്കുന്നത്. അന്ന് മിക്കവാറും ഒട്ടുമിക്ക ആളുകളെയും എനിക്ക് കാണാൻ കഴിയുകയും അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ പുസ്തകം എഴുതുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇത് ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിനകത്ത് NK മാധവൻ എന്ന് പറയുന്ന നേതാവ്
ഒരിക്കൽ പോലും മുഴച്ചു നിൽക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം എല്ലാ അതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അവരവർ അർഹിക്കുന്ന തരത്തിലായിട്ടുള്ള പ്രാധാന്യവും പ്രാമുഖ്യം നൽകി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ഇത് എന്റെ മാധവന്റെ ഒരു ചരിത്രമല്ല, ഇത് എടപ്പള്ളി എന്ന് പറയുന്ന ആ വിപ്ലവ പ്രക്രിയയുടെ ഒരു ചരിത്രമായിട്ടാണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഇതൊരു ഡോക്യുമെന്റേഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് CIA അത് യഥാർത്ഥത്തിൽ എത്രയോ മുമ്പ് തന്നെ ഇന്ത്യയുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പടർന്നു കയറിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 1950 ഫെബ്രുവരി 28 നടന്ന ഈ വിപ്ലവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കലാപത്തെക്കുറിച്ച് കൃത്യമായിട്ട് CIAക്ക് കിട്ടുന്ന അറിവ് കിട്ടുന്നുണ്ട് എന്ന് ആഗസ്റ്റ് 2 1950 ആഗസ്റ്റ് 2 CIA വളരെ കൃത്യമായിട്ട് അമേരിക്കയുടെ ചാരക്കണ്ണുകൾ എത്ര ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം ഈ വിപ്ലവ പ്രക്രിയയുടെ ഭാഗമായിട്ട് നടന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു യുവാവ് ഉണ്ടായിരുന്നു എന്നും ആ യുവാവ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, അദ്ദേഹത്തിന്റെ അടുത്ത് നുഴഞ്ഞു കയറിയതാണെന്നും അദ്ദേഹം വഴിയാണ് പോലീസുകാർക്ക് ആ അക്രമത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെയുള്ള വാർത്തയുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, 17 പേര് അതിൽ പങ്കെടുത്തിരുന്നെങ്കിലും 2 പേരുടെ പേര് കണ്ടെത്താനോ അവർക്കെതിരെ കുറ്റപത്രം ചമയ്ക്കാനോ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പോലീസിന്റെ വലിയ പരിമിതിയാണ് ഞാൻ അന്ന് കണ്ടത്. 31 പേരെ പ്രതികളാക്കി അവർ കേസെടുത്തെങ്കിലും യഥാർത്ഥത്തിൽ ആക്ഷനിൽ പങ്കെടുത്ത 17-ൽ 15 പേര് മാത്രമേ അതിനകത്ത് വന്നുള്ളൂ. 2 പേരെ അവർക്ക് ഒരിക്കലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഞാൻ അവരുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ 17 പേരുടെ പേരും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അനുബന്ധമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. പോലീസ് കേസെടുത്ത 31 പേരുടെ പേരും എഴുതിയിട്ടുണ്ട്. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയുടെ ചാരപ്പോലീസിന് അവരുടെ ദൃഷ്ടികൾ അതിലുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെളിപ്പെട്ടതിനെ കുറിച്ചൊക്കെ പിന്നീട് സഖാവ് MM ലോറൻസുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്ന അതിന് ഒരു 2-3 മാസം മുമ്പാണ് അതിന്റെ കേബിൾ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത്. അതിന് മുമ്പ് ഇവർക്ക് ആർക്കും അറിയില്ല. ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് ആർക്കും അറിയില്ല എന്നുള്ളതാണ് വലിയ സത്യം. എന്ന് വെച്ചാൽ CIA പുറത്തുവിടുന്ന സമയത്ത് മാത്രമാണ് നമ്മളെല്ലാം അതിനെക്കുറിച്ച് അറിയുന്നത്. ഇതിൽ പങ്കെടുത്തിരുന്ന ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അറിയുന്നത് അതിനെക്കുറിച്ച് അപ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് അത്ര ഭീകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചാരപ്രവൃത്തിയായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന് 75 വർഷം പൂർത്തിയാവുമ്പോൾ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം അടക്കമുള്ളവ കൂടി ചേർന്നിട്ടാണ് കേരളം പിൽക്കാലത്ത് ഒരു നവോത്ഥാന കേരളമായിട്ടൊക്കെ രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനമായിട്ട് മാറിയത് ഇത്തരം പോരാട്ടങ്ങളാണ് എന്ന് ഒരു ഭാഗത്ത് നാം പറയുന്നു. ഏത് രീതിയിലാണ് അത് യാഥാർത്ഥ്യമായത് എന്നാണ് നമ്മൾക്ക് നോക്കേണ്ടത്. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് 75 വർഷം പൂർത്തിയാവുന്ന ഈ ഫെബ്രുവരി മാസത്തിൽ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായ പുസ്തകം എഴുതിയ ശ്രീ NM പിയേഴ്സൺ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് നമ്മുടെ മുന്നിലുള്ളത്, ഇടപ്പള്ളി എന്ന പേരിലുള്ള പുസ്തകം തന്നെ. ശ്രീ NM പിയേഴ്സൺ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, മൊറാഴ മുതലുള്ള പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം. അത് 1940 മൊറാഴ, 41 കയ്യൂര്, 46 പുന്നപ്ര വയലാറും കരിവള്ളൂരും കാവുമ്പായിയും, 948 ഒഞ്ചിയം മുനയൻകുന്ന്, 949 ശൂരനാട്, 950 ഇടപ്പള്ളിയും പാടിക്കുന്നു. അതിൽ ചിലത് മാത്രം കേരളത്തിൻ്റെ വിപ്ലവ ചരിത്രത്തിൻ്റെ മഹാപ്രസ്ഥാന ഭാഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആഘോഷിക്കപ്പെടുകയും മറ്റുള്ളവ ഒതുക്കപ്പെടുകയും അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാരണം താങ്കൾ പറഞ്ഞു. അത് ആ ഒരു കാരണത്തിലുപരിയായിട്ട് മറ്റെന്തെങ്കിലും അതിന് ഒരു അജണ്ടകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? അല്ല, അതായിരുന്നു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് സത്യം. പക്ഷേ പിന്നീട് എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്ന പാർട്ടിയിലെ വിഭാഗീയത അതിനൊരു ഘടകമായിട്ട് വന്നു. പക്ഷേ വിഭാഗീയത ഉണ്ടെങ്കിലും ML ലോറൻസ് ഒക്കെ അന്ന് പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് തന്നെയായിരുന്നു. അതിനുശേഷമാണല്ലോ പിന്നീട് അവരൊക്കെ വിഭാഗീയതയുടെ ഭാഗമായിട്ട് വിശ്വാസമേനോനായി കഴിഞ്ഞാലും സഖാവ് NK മാധവനായാലും അതേപോലെ തന്നെ സഖാവ് ML ലോറൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാലും അവരെ ഇങ്ങനെ പുറത്തു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന വിഭാഗീയതയുമായി ബന്ധപ്പെട്ടത്. പക്ഷെ ലോറൻസ് അവസാനം വരെ പാർട്ടിക്കകത്തുണ്ട്. അധികാര കേന്ദ്രങ്ങളിലും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ എന്തുകൊണ്ടോ ഇതിന്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും
മനസ്സിലാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് താൻ എന്ന് പറയുന്ന വ്യക്തി അതിനകത്തുണ്ട് എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ തന്നെ പ്രൊജക്ട് ചെയ്യേണ്ടതില്ല എന്ന നിലയ്ക്ക് അദ്ദേഹം അതിനെ പരിഗണിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അവരൊന്നും കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ വലിയ പ്രാമുഖ്യം കിട്ടാതെ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അതിനകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ. ഒന്ന്, യഥാർത്ഥത്തിൽ എന്താണ് വിപ്ലവത്തിന്റെ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ലോകത്തുള്ള വലിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരും താത്വിക ആചാര്യന്മാരും ഒക്കെ എഴുതിയ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെ നമ്മളുടെ ഈ കാലഘട്ടത്തിലുള്ള സംഭവവികാസങ്ങളുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഗൗരവമായിട്ട് തന്നെ വേണമെങ്കിൽ പഠിക്കാവുന്നതും വിശകലനം ചെയ്യാവുന്നതുമായിട്ടുള്ള ഒന്നാണ് വിപ്ലവത്തിന്റെ ബ്രേക്കിംഗ് പോയിന്റ് എന്താണ് എന്നുള്ള വെച്ചാൽ. എന്തായാലും പുസ്തകം വായിച്ചാൽ മാത്രമാണ് ആ കാര്യം മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ വിപ്ലവത്തിന് ഒരു വിപ്ലവ ഏജൻസിയുടെ പ്രസക്തി എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്, അതിന്റെ പ്രാധാന്യം എന്താണ്, അങ്ങനെ വിപ്ലവത്തിന്റെ അജണ്ട എന്താണ്, അതൊക്കെ ഒരേ ചാപ്റ്റേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് വിപ്ലവത്തെ കുറിച്ച് പര്യാലോചന നടത്തുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തവും പ്രാധാന്യമേറിയതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഈ പുസ്തകത്തിന്റെ ഒരു 2 ഭാഗങ്ങൾ എന്ന നിലയ്ക്ക് പരിശോധിച്ചാൽ, ഒന്ന്, ഇത് ഒരു ഫിലോസഫിക്കൽ വർക്കാണ്, അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയും. അതിൽ നമ്മൾ വിപ്ലവത്തിന്റെ ദാർശനിക പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് അന്ന് എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു IT സെക്ടറിലേക്ക് കടന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് എത്തിയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ തൊഴിലാളി വർഗത്തിന്റെ വർഗബോധവും അതേപോലെ തന്നെ അവരെങ്ങനെയാണ് വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൽ ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് നമുക്ക് തുടങ്ങി വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത്. മറ്റു പല പുസ്തകങ്ങളും ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നതും അതിന്റെ ഈ ഒരു ഫിലോസഫിക്കൽ ഡയമെൻഷനാണ്. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതെങ്ങനെയാണ് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് പ്രതിഫലിച്ചത് എന്ന് പറയുന്ന ഒരു അന്വേഷണം ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മളതിന്റെ കേരളത്തിൽ ആ സംഭവവാസങ്ങൾ പ്രത്യേകിച്ച് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച്, എറണാകുളം ജില്ലയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എറണാകുളം ജില്ല എന്ന് പറഞ്ഞതിനിടയിൽ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രമാണ്. അത് കളമശ്ശേരി എന്ന ഏലൂർ പ്രദേശങ്ങളുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ആലുവയിലെ വ്യവസായം വരുന്ന സമയത്ത് തൊഴിലാളികൾ ആ പ്രദേശത്ത് എത്തിച്ചേരുന്ന തൊഴിലാളി യൂണിയൻ പിറക്കുന്നതും, എന്നുവെച്ചാൽ കേരളത്തിന്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ ചരിത്രം ഇതിനകത്തുണ്ട്. എങ്ങനെയാണ് ഒരു തൊഴിലാളി, വെറും തൊഴിലാളിയെ ഒരു വർഗബോധ തൊഴിലാളിയായിട്ട് ഒരു പൊളിറ്റിക്കൽ വർക്കറായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്ലാസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള പഠനങ്ങളൊക്കെ ഇതിന്റെ കൂടെ അക്കാലത്തെ സംഭവവികാസങ്ങളിലൂടെ തന്നെ രൂപപ്പെടുത്തി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. അല്ലാണ്ട് ഒരു എടപ്പള്ളി എന്ന് പറയുന്ന ഒരു സംഭവം ഒരു അതിസാഹസികമായിട്ടുള്ള കുറെ വിപ്ലവകാരികളുടെ പ്രവർത്തനം മാത്രമായിട്ട് വിലയിരുത്തേണ്ടതല്ല. പകരമായിട്ട് അതിന്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വശങ്ങൾ, ആ കാലത്ത് നിലനിന്നിരുന്നതായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥ, 2ാം ലോക മഹായുദ്ധം എങ്ങനെയാണ് ഇതിൽ സ്വാധീനം ചെലുത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വിശദീകരിക്കപ്പെടുന്നത്. ആലുവയിൽ എങ്ങനെയാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാകുന്നത് എന്നതിന്റെ പാഠം കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് വിവിധ അടരുകളുള്ള ഒരു റഫറൻസ് ഗ്രന്ഥമാണ് ഇടപ്പള്ളി എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ താളുകൾ മറിച്ചു പോകുമ്പോൾ നാടകീയമായ സംഭവത്തിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെ, അതിൻ്റെ വിശദാംശങ്ങൾ എന്നിവയിലൂടെ പോയതിനു ശേഷം പിന്നീട് ഏത് രീതിയിൽ അതിൻ്റെ തുടർച്ചകൾ, നമ്മുടെ ഇന്ത്യൻ വിപ്ലവം, കേരളത്തിൻ്റെ അതിൻ്റെ ഒരു സാധ്യതകൾ, ഇതെല്ലാം ഒരു ഭാഗത്ത് വരുന്നു. മറുഭാഗത്ത് ലോക തലത്തിൽ തന്നെ വിപ്ലവ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിൽ അതാത് രാഷ്ട്രങ്ങളിൽ അതാത് ഇടങ്ങളിൽ അവരുടെ ജനകീയമായ പുരോഗമന ഇച്ഛയെ പ്രബുദ്ധമാക്കി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത് ഒരു റഫറൻസ് ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് ആണോ നമ്മൾ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് ഒരു റഫറൻസ് ഗ്രന്ഥം എന്നുള്ള നിലയ്ക്കാണോ എടുക്കാവുന്നത് നമ്മൾക്ക്? അതായത് 2 കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. 2 കാര്യങ്ങളും കാണേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോ ഈ 75 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവത്തെ അത് കഥ പറയുന്ന രീതിയിൽ മാത്രം അവതരിപ്പിക്കുന്നത് എന്ന് പ്രസക്തമായ കാര്യമാണ്. അപ്പൊ ആ സംഭവത്തിന്റെ എന്തുകൊണ്ട് നടന്നു, അതായത് വിപ്ലവത്തിന് എപ്പോഴും ഒരു ഇമ്മീഡിയസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ
ആ ഇമ്മീഡിയസി ആണ് യഥാർത്ഥത്തിൽ ഇടപ്പള്ളിയെ സാധ്യമാക്കി തീർത്തത്. ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞായിരുന്നെങ്കിൽ അത് നടക്കണമെന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അതായത് വിപ്ലവങ്ങൾക്ക് എല്ലാത്തിനും അത്തരത്തിലൊരു ഇമ്മീഡിയസി എന്ന് പറയുന്നത് ഉണ്ട് എന്നാണ് റിഫ്ലക്സ് ആക്ഷൻ ലോകം. അല്ലേ? അതെ അതെ, അതപ്പോ അതൊരു ആ ഒരു പ്രത്യേക സമയത്ത് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും അതിപ്പോ അന്ന് കെ സി മാത്യു ആണ് പറയുന്നത്, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്ത് നമ്മളുടെ സഹാക്കളെ വിമോചിപ്പിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ പറയുന്നത് അതെങ്ങനെ നടക്കും സഹായം, നമ്മളെ അടുത്തൊന്നുമില്ലല്ലോ, ഒരു ആയുധം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരാൾ തർക്കിച്ചിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ആ ആക്രമണം നടക്കാൻ സാധ്യതയില്ലായിരുന്നു എന്നാണ് ഞാൻ അത് പഠിച്ച സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടാടപ്പെടാതെ പോകുന്നതിന്റെയും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ച ഒരു പ്രയോഗമല്ല അത്. ശരിക്കും പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള മനുഷ്യരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ആത്മത്യാഗം എന്ന് പറയുന്ന ഒരു അർത്ഥം മാത്രം ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് അവർ തീരുമാനിക്കുന്നവർ നടപ്പിലാക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. അതിനുശേഷമാണ് പിന്നീട് ഭരണകൂടവും പോലീസും അതിഭീകരമായിട്ടുള്ള രീതിയിൽ ജനങ്ങളുടെ മേൽ ഇരച്ചു കയറി അവരെയൊക്കെ തല്ലിച്ചതച്ച് കമ്മ്യൂണിസ്റ്റുകളാക്കി മാറ്റുകയാണ് ചെയ്തത്. ശരിക്കും അതാണ് എന്റെ ഒരു റിസൾട്ട് അതായിരുന്നു. ശരിക്കും പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമാണ്. പക്ഷെ അത് വലിയ ഒരു ഭൂമികയായി വളർന്ന് വികസിച്ചത് അതിനുശേഷമുള്ള ഭരണകൂട ഭീകരതയുടെ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അത് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യവും ചരിത്ര പ്രാധാന്യവുമുള്ള ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത്. ശ്രീ എൻ പിയേഴ്സൺ എഴുതിയ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ചുള്ള ഇടപ്പള്ളി എന്ന ശീർഷകത്തിലുള്ള പുസ്തകം. അത് ഈ നിമിഷങ്ങളിൽ തത്സമയം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 75 വർഷം പൂർത്തിയാവുകയാണ്. ഫെബ്രുവരി 2025 എന്ന് പറയുന്നത് 1950 ഫെബ്രുവരി 28 നിന്നുള്ള ദൂരം കൂടിയാണ്. ആ ദൂരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇൻസൈറ്റ് പബ്ലിക്കയാണ് ഇടപ്പള്ളി എന്ന ശീർഷകത്തിലുള്ള ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. NMPS രചയിതാവ്. 329 രൂപയാണ് വില. ഈ പുസ്തകം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇൻസൈറ്റ് പബ്ലിക്ക എന്ന് പരിശോധിക്കുക സാമൂഹ്യ മാധ്യമങ്ങളിൽ. അതിലൂടെ ഈ പുസ്തകത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും. വളരെ നന്ദി ശ്രീ NM പിയേഴ്സൺ ഇന്ന് ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചതിന്. നന്ദി.